എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് എത്താനായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് കുറച്ച് മുൻപിലേക്ക് എത്തുമ്പോ ആ ഗുഹ അത് മുഴുവനായിട്ട് ഇടിഞ്ഞു വീണ് അവർക്ക് പോവാനിപ്പോ വഴിയുണ്ടാവില്ല. അപ്പൊ കുട്ടപ്പൻ പറയും, ഞാൻ എന്റെ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുഴുവനായിട്ടും തകർത്ത് കളയാം, അങ്ങനെ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് എത്താന്ന് പറയുമ്പോ ഹങ്കു പറയും, വേണ്ട വേണ്ട, ചിലപ്പോ ഈ ഒരു ഗുഹ അങ്ങനെ തന്നെ ഇടിഞ്ഞ് ചിലപ്പോ നമ്മുടെ തലയിൽ വീഴും. അതിന് ഹങ്കു ആവട്ടെ അവളുടെ സമരം ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വലിയൊരു പാമ്പിനെ തന്നെ അവിടേക്ക് വരുത്തും. അവരെല്ലാവരും ആ ഒരു പാമ്പിന്റെ വായിൽ കയറി ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരുപാട് കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവര് തീർച്ചയായിട്ടും ആ ഒരു ഷിപ്പ്, പണം നിറച്ച ഷിപ്പിനെ ലക്ഷ്യമാക്കിയിട്ട് അവര് പോയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണമെന്ന് പറഞ്ഞ് അവർക്ക് കയ്യിൽ കിട്ടിയ ഒരു ചെറിയ ബോട്ടുമായിട്ട് നമ്മുടെ ആൾക്കാരും ഇപ്പൊ വില്ലന്മാരുടെ തൊട്ട് പിന്നാലെ തന്നെ പോവും. കട്ട് ചെയ്ത ആ ഒരു മദർ ഐലൻഡിലുള്ള താടിക്കാരനും ബാക്കിയുള്ള ഓഫീസേഴ്സും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവര് ക്യാഷ് ഒക്കെ ഫില്ല് ചെയ്ത് ഇപ്പൊ ഹായ് ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആ ഒരു താടിക്കാരൻ പറയുമ്പോ കറക്റ്റായിട്ട് അവർക്കൊരു സ്ക്രോള് കിട്ടും. താടിക്കാരൻ ആ സ്ക്രോള് വായിക്കുമ്പോ, ഞങ്ങൾ ആ ഭൂതത്തെ കൊന്നു, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറപ്പെടാം എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ താടിക്കാരൻ ഒരുപാട് ഹാപ്പി ആയിട്ട്, കണ്ടോ ഇപ്പൊ നമ്മള് അവരെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, അതിനു മുൻപ് തന്നെ അവരാ കടൽ ഭൂതത്തെ കൊന്ന് നമ്മളെ രക്ഷിച്ചു, ഇനി ഒന്നും പേടിക്കാനില്ല, എല്ലാവരും ധൈര്യമായിട്ട് കപ്പൽ മുമ്പോട്ട് എടുക്കാനായിട്ട് നമ്മുടെ താടിക്കാരൻ പറയും. എന്നാൽ ആ ശരിക്കും സ്ക്രോള് അത് സെൻഡ് ചെയ്തത് മറ്റാരുമല്ല, വില്ലന്മാരാണ്. അപ്പൊ അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ തുറമുഖത്തെത്തുമ്പോൾ അവിടെ ഒരു കപ്പൽ പോലും അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആ തുറമുഖം കാണുമ്പോൾ നമ്മുടെ കുട്ടപ്പനും ടീംസിനും മനസ്സിലാവും അവർ നമ്മളെ കൂട്ടാതെ തന്നെ ഇപ്പൊ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ ഹങ്കുവിന് പിടികിട്ടും, തീർച്ചയായിട്ടും ഇതിന് പിന്നില് ആ ഒരു വില്ലന്മാര് തന്നെയായിരിക്കും. ഇവിടെ താടിക്കാരനും ബാക്കിയുള്ള ഓഫീസേഴ്സും ആ ഒരു കപ്പലുകളുമായിട്ട് മുൻപോട്ട് കുതിക്കാൻ നേരം കപ്പിത്താൻ പറയും, ഇപ്പൊ കടലിന് താഴെ എന്തോ ഉണ്ട്, എന്നെ കൊണ്ട് കപ്പല് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ അതിനാ പോലീസുകാരൻ പറയും, അത് വല്ല മീനുമായിരിക്കും, നീ അത് മൈൻഡ് ചെയ്യണ്ട, കപ്പലിപ്പോ എത്രയും സ്പീഡില് മുൻപോട്ടേക്ക് എടുക്ക്. പക്ഷെ അതേസമയം ആ ഒരു മുക്കുവ പെണ്ണ് കടലിനടിയിലൂടെ വന്ന് ആ കപ്പലുകളെല്ലാം തന്നെ ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിക്കും. കപ്പിത്താൻ ഒരുപാട് ശ്രമിച്ച് ആ ഒരു കപ്പൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആ സമയത്ത് അതിന്റെ കൺട്രോൾ പോയി അടുത്തുണ്ടായിരുന്ന കപ്പലിടിച്ച് രണ്ട് കപ്പലും ഇപ്പൊ ഡാമേജ് ആയി അങ്ങനെ നിന്നു പോവും. ശരിക്കും എന്താ സംഭവിച്ചെന്നറിയാനായിട്ട് താടിക്കാരൻ താഴേക്ക് നോക്കുമ്പോ ആ നീലമുടിക്കാരൻ വില്ലൻ അവൻ ക്യാഷ്വലായിട്ട് ഇപ്പൊ കപ്പലിൽ കയറി നിൽക്കും. അവൻ പറയും, ഇത്രയും പണം തന്ന് എന്നെ സഹായിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി. താടിക്കാരനും ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ വണ്ടറടിച്ച് പേടിച്ചു നിൽക്കുമ്പോ നമ്മുടെ മുക്കോത്തി പെണ്ണാവട്ടെ അവളിപ്പോ മുഴുവനായിട്ടും ആ ഒരു കടൽഭൂതമായിട്ട് അലറിക്കൊണ്ട് അവിടേക്ക് ചാടി വീഴും. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക ഇവളാണ് യഥാർത്ഥത്തില് ഈ ഒരു കടൽഭൂതം എന്ന്. അപ്പൊ അതേ സമയത്ത് ആ ഒരു കണ്ണാടിക്കാരൻ അവനാവട്ടെ വലിയൊരു തീ അത് ഇല്യൂഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ കപ്പലില് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് കപ്പലിലുണ്ടായിരുന്ന താടിക്കാരും ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ പേടിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. പക്ഷെ വില്ലന്മാര് ആ ഒരു തീ അത് ഇല്യൂഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ആ ഒരു കടലില് ഇപ്പൊ വലിയൊരു ചുഴി ക്രിയേറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും അതിലിട്ട് മുക്കാൻ തുടങ്ങും. കണ്ണാടി വില്ലൻ ഇപ്പൊ അടുത്ത ജിപ്സ് എടുക്കുമ്പോ വീഴാണ് അവന്റെ കയ്യിലൊരു കത്തി. അവൻ വേദന എടുത്ത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരും ആയിരിക്കില്ല, സാക്ഷാൽ നമ്മുടെ ഷീനോ. വില്ലൻ അവനെ കണ്ട് ഞെട്ടിയിട്ട് അവൻ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെ ഈനോ ആവട്ടെ വെള്ളത്തിൽ വീണുപോയ എല്ലാവരെയും ഇപ്പൊ വലിച്ച് അവൾ ആ ബോട്ടിലേക്ക് കയറ്റുകയാണ്. ഇവിടെ കുട്ടപ്പനും ഹങ്കു ആവട്ടെ ആ ഒരു കപ്പലിൽ കയറിപ്പറ്റി ആ ഒരു മുക്കുവത്തി പെണ്ണിനെയും നീലമുടിക്കാരനെയും ഇപ്പൊ നോക്കി നിൽക്കും. പക്ഷെ മുക്കുവത്തി പെണ്ണ് അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അങ്ങനെ തന്നെ കടലിലേക്കിടും. ഇവിടെ ഹങ്കു ആവട്ടെ ആ നീലമുടിക്കാരന്റെ തൊട്ടടുത്തെത്തി, സത്യം പറ ആ ഒറോച്ചിമാറു അവനിപ്പോ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ഇതെല്ലാം തന്നെ ഒറോച്ചിമാറുവിന്റെ മാസ്റ്റർ പ്ലാനാണ്. അതുമാത്രമല്ല അവന്റെ കൂടെ തന്നെ ഒരുപാട് പവറുള്ള ഒരു ചെക്കനുമുണ്ട്. അവൾക്ക് മനസ്സിലാവും അവന്റെ കൂടെയുള്ളത് മറ്റാരുമല്ല, സാസുക തന്നെയാണെന്ന്. ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കടലിന്റെ ഉള്ളിലേക്ക് പോയി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പനാവട്ടെ ഒരു രക്ഷയില്ലാതെ അവന്റെ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് പേടിച്ച് അവിടുന്ന് ഓടും. പക്ഷെ മുക്കോ പെണ്ണ് അവൾ നിസ്സാരക്കാരിയല്ല,
അവൾ ഞൊടിയിടയില് ആ ക്ലൗൺസിനെ എല്ലാം തന്നെ ഇപ്പൊ തല്ലി അങ്ങോട്ട് കൊല്ലും. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ എങ്ങനെയൊക്കെയോ ഒരു പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറും. അവൾ വീണ്ടും കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ കുട്ടപ്പനാവട്ടെ വീണ്ടും അവളെ ഉപദേശിക്കാൻ തുടങ്ങും. സത്യത്തിൽ നീ വളരെ നല്ലവളാണ്, നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് വലിയ പാപമാണ്, നിന്നെ കണ്ടാ അറിയാം നിനക്കൊരു വലിയ മനസ്സുണ്ട്, അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കുട്ടപ്പൻ കരയാൻ തുടങ്ങും. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവളിപ്പോ ഒരുപാട് വെള്ളമെടുത്ത് കുട്ടപ്പന് നേരെ ചീറ്റി അങ്ങോട്ട് അവനെ അടിച്ചു തെറിപ്പിക്കും. കുട്ടപ്പൻ ഉടനെ അങ്ങനെ തന്നെ തിരിഞ്ഞ് ഇപ്പൊ അവളുടെ മുഖത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. എന്നിട്ട് ഒരുപാട് ഫീലോടുകൂടെ കുട്ടപ്പൻ പറയും, നിന്റെ വേദന അതെനിക്ക് മനസ്സിലാവും, അന്ന് എന്റെ ജീവൻ അപകടത്തിലായപ്പോ നീ ഒരൊറ്റ ആളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, നീ ഇപ്പൊ ചെയ്യുന്നത് അത് വളരെ വലിയ തെറ്റാണ്, നിനക്ക് സപ്പോർട്ടായിട്ട് നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നിന്റെ ഈ പ്രശ്നം അത് പരിഹരിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അപ്പൊ അതേ സമയത്ത് നമ്മുടെ നീലമുടിക്കാരൻ കുട്ടപ്പൻ അവളുമായിട്ട് സംസാരിക്കുന്ന കാര്യം, കുട്ടപ്പൻ അവളുമായിട്ട് സംസാരിക്കുന്നത് കണ്ട് അവൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റുമെന്ന് അവന് പിടികിട്ടും. അപ്പൊ അവൻ അങ്ങനെ തന്നെ ഇപ്പൊ ഹങ്കുവിന്റെ നേരെ എന്തോ ഒരു മരുന്ന് അത് സ്പ്രെഡ് ചെയ്ത് വിടും. ഹങ്കു അവിടെ ബോധം കെട്ട് വീഴുമ്പോ ഇവിടെ മുടിയനാവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. പച്ചമുടിക്കാരൻ ടെൻഷനായിട്ട്, നീ അവനെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ ചിന്ന പയ്യനെ അവനെ തട്ടിക്കള. അത് കേട്ട് കുട്ടപ്പൻ പറയും, എന്നെ കൊന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, എന്നെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഒന്നുമല്ലെങ്കിലും നീ ഒരു മനുഷ്യനല്ലേ, മറ്റുള്ളവരോട് ഒരല്പം കാരുണ്യം കാണിച്ചൂടെ ചോദിക്കുമ്പോ അവനാവട്ടെ ഇപ്പൊ കൂളായിട്ട് നിന്ന് ചിരിക്കാൻ തുടങ്ങും. അവൻ പറയും, നിന്റെ ഈ മുക്കോ പെണ്ണ് അവള് പകുതി മാത്രമാണ് മോൺസ്റ്റർ, എന്നാൽ ഞാൻ മുഴുവനായിട്ടും ഒരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവനാവട്ടെ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറും. അത് കണ്ട് കുട്ടപ്പൻ ഞെട്ടും. അടുത്ത നിമിഷം തന്നെ ആ ഒരു വില്ലനാവട്ടെ ചാടി വീണ് ആ ഒരു മുക്കോ പെണ്ണിനെ ഇപ്പൊ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കലിയിളകി, എടാ ദുഷ്ട, ഇത്ര കാലവും നിനക്ക് വേണ്ടി ജീവിച്ച അവളെ തന്നെ നീ അടിച്ചു തെറിപ്പിച്ചു, നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ചാടി വന്ന് വില്ലന്റെ ദേഹത്തേക്ക് നമ്മുടെ കുട്ടപ്പൻ വീഴും. പിന്നീട് രണ്ടുപേരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒടുക്കത്തെ മൽപ്പിടുത്തം. നീ അവളെ പഴയതുപോലെ ആക്കുന്നത് വരെ ഞാൻ നിന്നെ ഇടിച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അറഞ്ചം പൊറഞ്ചം ഇപ്പൊ അവനെ അടിക്കാൻ തുടങ്ങും. രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ട് ഒരുപാട് അടി കൊടുത്തും വാങ്ങിയും ഒക്കെ തന്നെ ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മുക്കോ പെണ്ണിന് എന്തിനാണ് അവൾക്ക് വേണ്ടി കുട്ടപ്പൻ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലാവൂല്ല. അപ്പൊ വില്ലൻ തിരിഞ്ഞിട്ട് നമ്മുടെ കുട്ടപ്പനെ അങ്ങനെ തന്നെ ഇടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ കടലിലേക്കിടും. എന്നിട്ട് കടൽ മോൺസ്റ്ററിനെ ഉപയോഗിച്ച് അവനെ അങ്ങനെ തന്നെ ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പൊ കുട്ടപ്പന് ശ്വാസം മുട്ടി അവൻ കിടന്ന് അലർന്നു കേട്ട് ഹങ്കു ആവട്ടെ അവൾക്ക് ബോധം വീണ് രണ്ട് കത്തിയെടുത്ത് ഇപ്പൊ കടലിലേക്ക് എടുത്തങ്ങോട്ട് ചാടും. അവളുടെ കയ്യിലുള്ള കത്തി വെച്ച് അവൾ ആ മോൺസ്റ്ററിനെ ഇപ്പൊ അറഞ്ചം പൊറഞ്ചം കുത്താനായിട്ട് ആരംഭിക്കും. പക്ഷെ ആ ഒരു മോൺസ്റ്റർ ഇപ്പൊ ഹങ്കുവിനെ അങ്ങനെ തന്നെ അതിന്റെ വാല് വെച്ച് അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ആ നീലമുടിക്കാരൻ മോൺസ്റ്റർ നമ്മുടെ മുക്കോ പെണ്ണിനെ നോക്കി, നീ ഇപ്പൊ തന്നെ അവരെ എല്ലാവരെയും തല്ലിക്കൊന്നോ, അല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, നിന്നെ നോർമൽ മനുഷ്യ സ്ത്രീ ആക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോ അത് കേട്ടിട്ട് അവള് പറയും, നീ എന്നെ ഇത്രയും കാലവും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അടിക്കാനായിട്ട് ചാടി നിൽക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ എന്റെ ചുന്ദരി മുക്കോ പെണ്ണിനെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ പതിയെ അവന്റെ ബോധം പോവും. പക്ഷെ കുട്ടപ്പൻ ആ മയക്കത്തില് വീണ്ടും അവന്റെ ഉള്ളിലുള്ള ആ ഒരു 9 ടൈൽ ഫോക്സിനോട് ഇപ്പൊ പവർ ആവശ്യപ്പെടും. അത് കുട്ടപ്പൻ ആവശ്യമുള്ള പവർ അങ്ങനെ കൊടുക്കുമ്പോ ആ ഒരു പവർ കിട്ടിയ കുട്ടപ്പനാവട്ടെ ഇപ്പൊ അലറിക്കൊണ്ട് ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങും. കുട്ടപ്പന്റെ പവർ അത് കൂടെ നമ്മുടെ മോൺസ്റ്റർ ആവട്ടെ അവനെ കണ്ട് പേടിച്ചു പോവും. മുക്കുവ പെണ്ണിന് മനസ്സിലാവില്ല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ മുക്കോ പെണ്ണിന്റെ അടുത്തേക്ക് നമ്മുടെ ഹങ്കു കടന്നു വരും. കുട്ടപ്പന്റെ ബോഡിക്കുള്ളില് ഒരു മോൺസ്റ്റർ ഉണ്ട്, 9 ടൈൽ ഫോക്സിന്റെ മോൺസ്റ്റർ. നിന്നെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. മോൺസ്റ്റർ എന്ന മുദ്ര കുത്തി അവനെ കല്ലെടുത്തെറിഞ്ഞു. പക്ഷെ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവനിപ്പോ പവർഫുൾ ആയിട്ടുള്ള ഒരു നിഞ്ചയായി മാറി. അത് കേൾക്കുമ്പോ ഇപ്പൊ മുക്കോ പെണ്ണിന് ഒരുപാട് വിഷമാവും. അപ്പോഴായിരിക്കും അവള് കുട്ടപ്പൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, നിന്റെ വേദന അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവറും എടുത്ത് ചാടി വീണ് അവനെ അടിക്കാൻ പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.